കൊടുത്ത പരാതി നമ്മളോട് പരിഹരിക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നാൽ നമുക്കത് പരിഹരിച്ചൂടെ. നവകേരള സദസ്സിൽ കൊടുത്ത പരാതി നമ്മളെങ്ങനെ പരിഹരിക്കാം? അതുകൊണ്ട് ഞങ്ങൾ ആ കത്ത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു, നവകേരള സദസ്സ് നടത്തിയ ചെലവിന്റെ തുക കൊടുക്കാൻ 1,00,000 രൂപ ഞങ്ങൾക്ക് കത്തും അതിന്റെ ബില്ലുകളുമായിട്ട് തൊട്ടടുത്തുള്ള വലിയകുന്ന് പന്തൽ വർക്സിലെ ബില്ലുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ആ ഒരു ഫണ്ടും ഇന്ന് വരെ നമ്മൾ കൊടുത്തില്ല. സെക്രട്ടറിയോട് സെക്രട്ടറി ഒരുപാട് പറഞ്ഞു എന്റെ പണി പോകും, എന്റെ ജോലി പോകുന്ന കേസാണ്. ഞങ്ങൾ പറഞ്ഞു അത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല, ഇത് സെക്രട്ടറി എങ്ങാനും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഫണ്ടും സെക്രട്ടറി ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊക്കെ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് പല ആളുകളും ചോദിക്കും, നിങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച് ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്ന്. പക്ഷെ നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയുവാൻ സാധിക്കും, ഞങ്ങൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ജനപ്രതിനിധികൾ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഉപകാരപ്രദമായ ജനക്ഷേമകരമായിട്ടുള്ള പല പദ്ധതികളും അവർ നടപ്പിലാക്കി എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇവിടെ 3 വോട്ടാണ് നമുക്ക് ത്രിതല പഞ്ചായത്തിലേക്കുള്ളത്. അപ്പോ നമ്മുടെ അടുത്ത് പല ആളുകളും വളരെ നിഷ്കളങ്കയോടുകൂടി വന്ന് ചോദിക്കും, നിങ്ങൾ ഒരു വോട്ട് ഞങ്ങൾക്ക് ചെയ്യും, ബാക്കി 2 ഒന്ന് ജില്ലയിലേക്കും ഒന്ന് ബ്ലോക്കിലേക്കും കൊടുക്കും. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരും അതിൽ വീഴരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭയിലേക്കുള്ള ഒരു താക്കീതായിരിക്കണം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്ന് നമ്മളൊക്കെ വനിതകളാണ്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ന് എന്താണ് അതിന്റെ വില നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പറയാനുള്ളത്, നമ്മൾ വോട്ട് ചോദിക്കുമ്പോ 3 കോടിയല്ലേ നമ്മുടെ ഈ ഒരു വാർഡില് 3 ചിഹ്നവും നമ്മളത് കോണിയാണ്. ചില വാർഡില് നമുക്ക് 1 കൈപ്പത്തി, 1 രണ്ടാമത്തത് കോണി, 3ാമത്തത് കോണി. ചില വാർഡില് ആദ്യത്തത് കൈപ്പത്തി, 2ാമത്തത് കൈപ്പത്തി, 3ാമത്തത് കോണി. അപ്പൊ നമുക്ക് വോട്ട് ചോദിക്കുമ്പോ എളുപ്പമായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയും. 3 കോണിയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നാസർ നമ്മുടെ വാർഡിന്റെ മെമ്പറായിട്ട് വരണം എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ആദവനാട് പഞ്ചായത്തിന്റെ UDFന്റെ ഭരണം ആ UDFന്റെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങളെ 3 പേരെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അതാത് ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കണം മാത്രം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.